നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ട്യൂഷൻ സെന്റർ ഉടമയെ ആളൂർ പോലീസ് പിടികൂടി. മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരി മേളത്തിൽ പതികാലം മുതൽ കൊട്ടിക്കയറി 11 മേള സംഘം. ആളൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. ദേശീയപാത മണലിയിൽ നിന്ന് മടവാക്കരയിലേക്ക് പോയ ലോറി റോഡിൽ കുടുങ്ങി. വാർത്തകൾ വിശദമായി. സർക്കാർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ കീഴിൽ പാവപ്പെട്ടവർക്കായി നടത്തിവരുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും ധ്യാനകേന്ദ്രം നിർമ്മിച്ചു നൽകുന്ന 50 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകുന്നതിന്റെ രേഖാസമർപ്പണവും 1500 നിർധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൌജന്യമായി പരിപാലിക്കുന്ന 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികാഘോഷവും 100 കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും ശിലാഫലക അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. MPമാരായ ബെന്നി ബഹനാൻ, ജോസ് കെ മാണി, ഡീൻ കുര്യാക്കോസ്, സനീഷ് കുമാർ ജോസഫ് MLA, മോൻസ് ജോസഫ് MLA, തോമസ് ചാഴിക്കാടൻ, ചാണ്ടി ഉമ്മൻ, മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, PJ ആന്റണി, ഫാദർ ബിനോയ് ചക്കാനിക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ മറുപടി പ്രസംഗം നടത്തി. ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ, ഫാദർ ജോർജ് പനക്കൽ, ഫാദർ മാത്യു തടത്തിൽ, ഫാദർ പോൾ പുതുവ, ഫാദർ വർഗീസ് പാറപ്പുറം, Y ഔസേപ്പച്ചൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കലാ, ബിസിനസ് രംഗത്തെയും മറ്റ് ഒട്ടനവധി പ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തുന്നത്. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന പുനരധിവാസ പദ്ധതി, 141 സാന്ത്വന കേന്ദ്രങ്ങളുടെ രജത ജൂബിലി ആഘോഷം, ഇവയ്ക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ട്യൂഷൻ സെന്റർ ഉടമയെ ആളൂർ പോലീസ് പിടികൂടി. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി ശരത്തിനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിൽ ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ് അറസ്റ്റ് ചെയ്തത്. കൊടകര, ആളൂർ, കൊമ്പിടിഞ്ഞാമാക്കൽ എന്നിവിടങ്ങളിൽ ഇയാൾക്ക് ട്യൂഷൻ സ്ഥാപനങ്ങളുണ്ട്. പരാതി അറിഞ്ഞ ഉടനെ പോലീസ് രഹസ്യമായി മഫ്തിയിൽ ഇയാളുടെ സ്ഥാപനത്തിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് വിവരം. ട്യൂഷൻ സ്ഥാപനത്തിൽ വന്നുള്ള പരിചയത്തിൽ ഇയാൾ പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് വഴി സൌഹൃദം സ്ഥാപിക്കുകയും സ്ഥാപനത്തിൽ വെച്ച് പെൺകുട്ടിയുടെ ഫോട്ടോസ് എടുത്ത് ഭീഷണിപ്പെടുത്തുകയും 2021 മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ച ഇയാൾ നഗ്ന ഫോട്ടോ ഉൾപ്പെടെ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് അയച്ചതായും പരാതിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി മാതാവുമൊത്ത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിനെ സമീപിച്ച് പരാതി നൽകുകയായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. സീനിയർ CPO ES ജീവൻ, PA ഡാനി, CPO KS ഉമേഷ്, വനിതാ SI സൌമ്യ, ASI മിനിമോൾ, സീമ ജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.
മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിമേളത്തിൽ പതികാലം മുതൽ കൊട്ടിക്കയറി 11-അംഗ മേളസംഘം. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ വേനൽ അവധിക്കാലത്ത് ആരംഭിച്ച മേള പരിശീലനം 4 മാസത്തിനു മുൻപേ പഠനം പൂർത്തിയാക്കിയായിരുന്നു അരങ്ങേറ്റം. പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതനിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ NS ഗൌരി നന്ദയ്ക്കൊപ്പം ആര്യൻ NS, അഖിൽ കെ ബിനേഷ്, വിഷ്ണു സുരേഷ്, വിഷ്ണുദേവ് PM, ശബരീഷ് സുരേഷ്, ശ്രീഹരി KS, നിരഞ്ജൻ TS, ആദിദേവ്, പ്രിൻസ് എന്നിവരാണ് അരങ്ങേറിയത്. കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം. അരങ്ങേറ്റ മേളത്തിന് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു. പെരുവനം കുട്ടന്മാരാരെ ക്ഷേത്രം പ്രസിഡന്റ് NP ശിവൻ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. അരങ്ങേറ്റ മേളത്തിന് കുറുങ്കുഴൽ, കൊമ്പ്, വലംതല, ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊടകര അനൂപ്, ഊരകം നാരായണൻ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കല്ലൂർ രഘു എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാന്റെ അസിസ്റ്റന്റ് ഹാൻഡ് എംബ്രോയിഡർ കോഴ്സ് നടന്നു. പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ നരശില സാംസ്കാരിക നിലയത്തിൽ തിങ്കളാഴ്ച രാവിലെ നടന്ന പരിപാടി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ജൻശിക്ഷൻ സംസ്ഥാന്റെ തൃശൂർ ജില്ലാ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നിമിത ശ്യാം, കൊടകര ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ VSAB, JSS ഗുണഭോക്താവ് വിനീഷ, JSS പ്രോഗ്രാം സ്റ്റാഫ് വിന്യ സുധൻ, JSS ട്രെയിനർ സോന എന്നിവർ പങ്കെടുത്തു. കോഴ്സിൽ പങ്കെടുക്കുന്നവർ മറ്റു വാർഡ് നിവാസികൾ എന്നിവർ പങ്കെടുത്തു. പഠിതാക്കൾക്കുള്ള സൌജന്യ ടൂൾ കിറ്റ് യോഗത്തിൽ വച്ച് വിതരണം ചെയ്തു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ കാർമൽ കിൻഡർ ഗാർട്ടൻ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി അധ്യക്ഷനായി. കോംപ്ലക്സിന്റെ ആശീർവാദ കർമ്മം തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് കോനിക്കര CMI നടത്തി. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ CMI, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, ദേവമാതാ പ്രൊവിൻസ് എഡ്യൂക്കേഷണൽ കൌൺസിലർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി CMI, ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് എന്നിവർ സംസാരിച്ചു. കല്ലൂർ നായരങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും വീട്ടിലും മതിലിലും ഇടിച്ചപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച അർദ്ധരാത്രിയായിരുന്നു അപകടം. കാറിന്റെ മുൻഭാഗം തകർന്നു. മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ചില പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ മാത്രമേ വൈദ്യുതി എത്തൂവെന്ന് KECB അധികൃതർ അറിയിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. നീന്തൽ അറിയാത്ത എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുക, അതുവഴി പഞ്ചായത്തിലെ കുട്ടികൾ 100% ജലസാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്. കല്ലേറ്റുങ്കരയിലെ കേരള ഫീഡ്സിന് സമീപമുള്ള പന്തലിച്ചിറയിലാണ് പരിശീലനം. കൊമ്പടിഞ്ഞാമാക്കലിലെ മൂത്തേടത്ത് ഹരിലാലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഓണാവധി ദിവസങ്ങളിൽ 10 ദിവസം മുടങ്ങാതെ കുട്ടികൾ പരിശീലിക്കുകയും സഹായമില്ലാതെ നീന്താൻ പ്രാപ്തരാവുകയും ചെയ്തു. സമാപന സമ്മേളനത്തിൽ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PC ഷൺമുഖൻ, ഓമന, മേരി ഐസക്, TV ഷാജു, KB സുനിൽ എന്നിവർ സംസാരിച്ചു. ദേശീയപാത മണലിയിൽ നിന്ന് മടവാക്കരയിലേക്ക് പോയ ലോറി റോഡിൽ കുടുങ്ങി. പാലിയേക്കര ടോൾ സമാന്തര പാതയിലേക്ക് കടന്ന ലോറിയാണ് റോഡിന് കുറുകെ കുടുങ്ങിയത്. മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങിക്കിടന്ന ലോറി ക്രെയിൻ എത്തിച്ചാണ് പിന്നീട് മാറ്റിയത്. പെരുമ്പാവൂരിൽ നിന്ന് എറവക്കാടുള്ള ഓട്ട് കമ്പനിയിലേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ നിന്ന് സമാന്തര പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കുത്തനെയുള്ള ഇറക്കവും വളവും മൂലം നിരവധി അപകടങ്ങളാണ് അടുത്തിടെ ഉണ്ടായിട്ടുള്ളത്. ടോൾ ഒഴിവാക്കി പോകുന്ന വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. മടവാക്കര റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തിനോട് ചേർന്നുള്ള താഴ്ചയിലേക്ക് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നതും പതിവാണ്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞയാഴ്ച മടവാക്കര ഭാഗത്ത് നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച 2 ബൈക്കുകൾ അപകടത്തിൽപ്പെട്ടിരുന്നു. നിരന്തരം അപകടമുണ്ടാകുന്ന ഭാഗത്തെ റോഡ് വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിയും പഞ്ചായത്ത് അധികൃതരും ഇടപെടണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് അച്ഛനും മകളും സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച അപകടം.
ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പരുത്തിപ്ര വളവിൽ ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം. മകളെ പാലായിലെ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടം. ചെർപ്പുളശ്ശേരി സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ വട്ടം മുറിഞ്ഞതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം താറുമാറായി. കാറിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,980 രൂപ, പവന് 55,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ട്യൂഷൻ സെന്റർ ഉടമയെ ആളൂർ പോലീസ് പിടികൂടി. മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരി മേളത്തിൽ പതികാലം മുതൽ കൊട്ടിക്കയറി 11-അംഗ മേളസംഘം. ആളൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. ദേശീയപാത മണലിയിൽ നിന്ന് മടവാക്കരയിലേക്ക് പോയ ലോറി റോഡിൽ കുടുങ്ങി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.